ഗായ്സ്, അപ്പം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇതിലെങ്ങനെ വീഡിയോ ഇടണം, ഇതിൻ്റെ കാര്യങ്ങൾ എന്താ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു വീഡിയോ നമ്മൾ എങ്ങനെ നല്ല രീതിക്ക് ശരിയായ രീതിക്ക് അപ്ലോഡ് ചെയ്യുമെന്നുള്ളതിന് ഒരു രീതി അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നമ്മൾ ശരിയായ രീതിക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രമേ യൂട്യൂബ് നമ്മളെ വീഡിയോ അതിൻ്റെ രീതിയിൽ എടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് സ്റ്റക്കായി പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അത് ശരിയായ രീതിയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇടുന്നവരുടെ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ, വീഡിയോ മുന്നോട്ടേക്ക് നല്ല രീതിക്ക് പോകാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ഇടാൻ ശ്രദ്ധിക്കുക. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം 2 വീഡിയോ ഇടും, പിന്നെ ഒരു മാസം കഴിഞ്ഞ് അടുത്തൊരു അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് സ്ഥിരമായിട്ട് വീഡിയോ ഇടൽ തുടങ്ങിയത്. അപ്പം അങ്ങനെ നമ്മുടെ ചാനൽ ഒരിക്കലും റീച്ച് ആവില്ല. ഡെയിലി ഓരോ വീഡിയോ എങ്കിലും നമ്മൾ ഇടുക. പിന്നെ ഷോർട്സ് ഡെയിലി ഒരു 2 ഷോർട്സ് എങ്കിലും രാവിലെ വൈകുന്നേരം വെച്ച് ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയായാലും നമ്മുടെ ചാനൽ മുന്നോട്ടേക്ക് നീങ്ങുള്ളൂ. അല്ലാണ്ട് ഈ രീതിക്ക് അപ്ലോഡ് ചെയ്ത് നീണ്ടതിനോട് മാത്രം റെഡി ആവില്ല. അപ്പോൾ ഈ രീതിക്ക് ഡെയിലി വീഡിയോ ഇടാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം, എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസാണിത്. അതിനകത്ത് ഇതാ മേലെ കാണുന്ന ഈ പെൻസിൽ ബട്ടൺ, ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് തംബ്നെയിൽ കൊടുക്കാനാണ്. നമ്മളെ തംബ്നെയിൽ കണ്ടിട്ട് വേണം, നമ്മളെ തംബ്നെയിൽ നമ്മൾ എത്രത്തോളം ആകർഷകമായിട്ട് നിർമ്മിച്ച് വെക്കുന്നോ അത്രത്തോളം നമ്മളെ പ്രേക്ഷകരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ നമുക്കത് ഇതാവും. അപ്പോൾ തംബ്നെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ടോപ്പിക്കൊക്കെ എഴുതി അത് നല്ല രീതിയിൽ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ തംബ്നെയിൽ സെറ്റ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചാൽ, ഈ പെൻസിൽ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് ഓണായി വരട്ടെ കേട്ടോ, കുറച്ചൊരു ടൈമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക വരുമ്പോൾ ഇങ്ങനൊരു ഇത് കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച തംബ്നെയിലാണ് ഇത്. അപ്പോൾ ഈ തംബ്നെയിൽ എന്ത് ചെയ്യണം, ഇതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച തംബ്നെയിൽ. അപ്പോൾ ഇത് ഞാൻ വലിപ്പമൊക്കെ കറക്റ്റാണ്, ഒക്കെ റെഡിയായിട്ട് ഡൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തംബ്നെയിൽ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഇത് ടൈറ്റിൽ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ വീഡിയോ ഇപ്പോൾ ഞാൻ ഒരു ടൈറ്റിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇതിപ്പോൾ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ തന്നെ ഞാനിപ്പോൾ അതിന് കൊടുക്കുകയാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു സാധനം വാങ്ങി ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടൊരു ടൈറ്റിലുമ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാം, എല്ലാവരും തുറന്നു നോക്കും. അപ്പോൾ നമ്മളെ കാണുന്നവർ നമ്മളെ വീഡിയോ തുറന്നു നോക്കാൻ മാത്രമുള്ള രീതിക്ക് ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ നല്ല രീതിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഒരിക്കലും ഒഴിവാക്കിയിടരുത്. കൂടുതൽ പേരും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം വെച്ചാൽ, കൂടുതൽ പേരും ഡിസ്ക്രിപ്ഷനിലൊന്നും എഴുതില്ല, ബാക്കിയൊക്കെ കൊടുക്കും, അതങ്ങനെ അവിടെ ഒഴിച്ചിടും. അതൊരിക്കലും പാടില്ല. നമ്മൾ എന്ത് വീഡിയോ ആണ് ഇട്ടത് ആ വീഡിയോ ആയിട്ട് അനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് അതിനകത്ത് എഴുതിയിടണം. അതുപോലെ നമ്മൾ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ #ടാഗ് കൊടുക്കണം. #ടാഗ് കൊടുത്താൽ നമ്മളെ വീഡിയോ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആളുകളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപയോഗപ്പെടും. അപ്പോൾ നമ്മൾ ആ #ടാഗ് നമ്മൾ ടൈറ്റിൽ കൊടുത്ത് വെറുതെ വൃത്തികേടാക്കാണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആ വീഡിയോനെ കുറിച്ച് 2 പേര് എഴുതി അതിൻ്റെ അടിയിൽ #ടാഗ് കൊടുത്തിട്ട് മിനി വ്ളോഗെന്നോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ആണെങ്കിൽ ഫുഡ് എന്ന്, ഗെയിമിൻ്റെ ആണെങ്കിൽ ഗെയിമിങ്, അങ്ങനെ എന്തെങ്കിലും ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറച്ച് #ടാഗ്സ് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റ ID, നമ്മുടെ മോജി, അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ വീഡിയോ കാണുന്നവരോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എഴുതിയിടാൻ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം. അതിനുശേഷം എന്ന് പറയുമ്പോൾ വീഡിയോ പ്രൈവറ്റ്, ഇവിടെ ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് സംഭവം കണ്ടോ. നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താണ്, ഡയറക്റ്റ് പോയിട്ട് പബ്ലിക്കിൽ കൊടുത്തിട്ട് ഒറ്റ പോസ്റ്റ് ചെയ്യല. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ യൂട്യൂബിന് നമ്മളെ വീഡിയോയെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു അവസരം കൊടുക്കണം. നമ്മൾ നേരിട്ട് പബ്ലിക്ക് കൊടുത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുമ്പോൾ, അഥവാ നമ്മൾ അതിനകത്ത് കൊടുത്ത മ്യൂസിക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇതിലോ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നേരിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാതെ എപ്പോഴും നമ്മൾ പ്രൈവറ്റായിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അത് പബ്ലിക്കാൻ. അതും പബ്ലിക്കാക്കാൻ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മളൊരു ടൈം വെച്ചിട്ടെന്ന് വെച്ചാൽ, ഞാനിപ്പം
എന്നറിയുന്നത് ഷെഡ്യൂൾ കൊടുത്തു. അപ്പോൾ ഞാൻ എപ്പോഴെന്ന് പറഞ്ഞാൽ 1:30 ഈവനിങ്ങിൽ 5 മണിക്കാണ് ലോങ് വീഡിയോ ഇടാറ്. 1:30 ഷോർട്സ് ഇടുന്ന ദിവസം ഞാനത് രാവിലെ 6 മണിക്കാണ്. അതെൻ്റെ പ്രേക്ഷകർ ഏതൊരു സമയത്താണ് ഫോൺ കയ്യിലുണ്ടാവുക എന്നുള്ളത് നമുക്കൊരു ബോധ്യമുള്ളൊരു സമയം നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡെയിലി ആ സമയത്ത് തന്നെ വീഡിയോ വരുന്ന രീതിയിലേക്ക് ആക്കുക. പരമാവധി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ആ വരുന്നത് കറക്റ്റ് ടൈമിങ്ങിന് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ സമയം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെന്ന് ആ സമയമാകുമ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ആവുന്ന സമയം നോക്കി ആ സമയത്തേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടി പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് ഷെഡ്യൂൾ ഇപ്പം ഞാൻ സാധാരണ എന്ന് വെച്ചാൽ നാളെ 5 മണിക്ക് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആണെങ്കിൽ ഇന്ന് രാത്രി അത് പോസ്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിടും. അപ്പോൾ എന്താവും, നാളെ 5 മണിയാകുമ്പോഴത്തേനും നമ്മളെ യൂട്യൂബിന് നമ്മളെ വീഡിയോനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു അവസരം കിട്ടും. അതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ അത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഡയറക്റ്റ് പബ്ലിക്കായിട്ട് നമ്മളതൊരിക്കലും പോസ്റ്റ് ചെയ്യരുത്. ഇത് ഞാൻ ഒഴിവാക്കാം കേട്ടോ. ഡയറക്റ്റ് പബ്ലിക്കായിട്ട് നമ്മൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത്. നമ്മൾ പ്രൈവറ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറയുന്നത് ലൊക്കേഷനൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഷോർട്ട് സ്ട്രീംസിൽ അലോ ആൻഡ് വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അലോ ഓൺലി, ഓഡിയോ റിമിക്സ്, ഡോണ്ട് അലോ റിമിക്സ്, ഇങ്ങനെ 3 ഓപ്ഷൻസിനകത്ത് കാണുന്നില്ല. നമ്മളിത് ഡോണ്ട് അലോ റിമിക്സ് ആക്കി വെക്കണം. നമ്മളിത് അലോ കൊടുക്കരുത്. അലോ കൊടുക്കാണ്ട് ഡോണ്ട് അലോ റിമിക്സ് ആക്കിയിട്ട് വേണം നമ്മളിത് എപ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോൾ വെക്കാൻ. അത് ശ്രദ്ധിക്കണം. പിന്നെ കമൻറ്റ്സ് നമുക്ക് ഓണാക്കണമെങ്കിൽ ഓണാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. പിന്നെയെന്ന് പറയുന്നത് ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ വരുന്ന ഈ ഓപ്ഷൻ സെലക്ട് ഓഡിയൻസ്, ഇത് ചില വീഡിയോക്ക് നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഇതിൽ തന്നെ ഉണ്ടാവും ആ ഓപ്ഷൻ. അപ്പോൾ നമ്മളത് അതുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ വരും. ഇത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കി വിടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടികൾ നിർമ്മിച്ച വീഡിയോ ആണോ അല്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കുട്ടികളെ വീഡിയോക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളെ വീഡിയോ കടക്കില്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിൽ നമ്മളെപ്പോഴും ടിക്ക് ഇട്ടിട്ട് വേണം ഇത് പോസ്റ്റ് ചെയ്യാൻ. നമ്മളിത് ഒഴിവാക്കി വിട്ടാൽ യൂട്യൂബിന് തോന്നുന്ന ഇതിലേക്ക് അവരാക്കിയിടും. ചിലപ്പോൾ അത് മെയ്ഡ് ഫോർ കിഡ്സ് ആവാം, അല്ലെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആവാം. അത് അവർക്ക് തോന്നുന്നതിലേക്ക് ആക്കിയിടും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇത് ഇങ്ങനെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നിന്നിട്ട് സ്റ്റക്കായി പോകും. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല കണ്ടൻറ്റും നല്ല എൻ്റർടൈൻമെൻറ്റിങ്ങും ഒക്കെ ആയിട്ട് വീഡിയോ ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അത് ഡെയിലി വീഡിയോ ഇടുക, അതൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത്രയും ചെയ്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ ചാനലിലേക്ക് അപ്ലോഡ് ആവും. അതിന് ശേഷം കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ അതവിടെ പോസ്റ്റ് ആവും. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ അത് താനെ പബ്ലിഷ് ആവും. അപ്പോൾ നമ്മളത് ആ പബ്ലിഷായ വീഡിയോനെ എന്ത് ചെയ്യണം, നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയാസിൽ അതിന് സ്റ്റോറിയും സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. കാരണം നമ്മളെ വീഡിയോ ചിലപ്പോൾ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് നമ്മളെ സ്റ്റാറ്റസ് ഒരു 100 പേര് കണ്ടാൽ അതിൽ 1-2 പേരെ നമ്മളെ വീഡിയോ കാണുള്ളൂ. ആ കാണുന്നവരത് ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് വീഡിയോക്ക് ചിലപ്പോൾ ആദ്യമായിരിക്കും നമ്മളെ ഇതാക്കുക. അപ്പോൾ നമ്മളെ ചാനലിൽ വീഡിയോ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ സ്ഥിരം ഇടുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സോഷ്യൽ മീഡിയാസിലേക്ക് ഇതിനെ ഷെയർ കൊടുക്കുക. വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഷെയർ കൊടുത്ത് എല്ലാവരും ഒന്ന് അറിയിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേരെ അപ്ലോഡായെന്ന് തോന്നിയാൽ നേരെ നമ്മൾ ഈ വൈറ്റി സ്റ്റുഡിയോയിൽ കയറണം. വൈറ്റ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ കാണിച്ചാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇത് വരിക. ഇതിനകത്ത് ഇതവിടെ കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ മേലെ തന്നെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മുടെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഈ 3 ഡോട്ട്സ് നിൽക്കുമ്പോൾ ഇവിടെ എഡിറ്റ് വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളെ വീഡിയോയ്ക്ക് എന്തൊരു കറക്ഷൻ കൊടുക്കണമെങ്കിലും നമ്മൾ ഈ വൈറ്റി സ്റ്റുഡിയോയിൽ വന്ന് ഈ എഡിറ്റ് അടിച്ചാൽ നമ്മുടെ വീഡിയോയിലെ ടൈറ്റിലായാലും തംബ്നെയിലായാലും ഡേറ്റ് ആയാലും സമയമായാലും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന
ഈ എഡിറ്റിലെടുത്താൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഇവിടെ വന്ന് ഈ എഡിറ്റിലെടുത്തിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരുമ്പോൾ ഇത് ഏറ്റവും താഴെ കാണാം ടാഗ്സ്, ഷോർട്സ്, റിമിക്സ്, കാറ്റഗറി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ തൊടണം. അത് തൊടുമ്പോൾ എവിടെ 2 ക്ലിക്കാണ് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ. ഇത് നമ്മൾ ഓഫ് ചെയ്തിടണം. എന്തിനാ ഓഫ് ചെയ്തിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള വീഡിയോ നമ്മൾ കാണും. 1-2 ലൈക്കുള്ള വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്ത് വിടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നത്. അതുപോലെ അലോ എംബഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ന് വെച്ചാൽ വാട്സപ്പിൽ ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് എൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരാണെങ്കിൽ ആ വീഡിയോ വാട്സപ്പിൽ നിന്ന് തന്നെ കാണാനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. പക്ഷേങ്കിൽ അത് ഒരു 10 തവണ അവർ കണ്ടാലും നമ്മുടെ യൂട്യൂബിലേക്ക് ആ വ്യൂ കിട്ടില്ല. കാരണം അത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അത് നേരിട്ട് നമ്മുടെ ചാനലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ അലോ എംബഡിങ് നമ്മൾ ഓഫാക്കിയിടുന്നത്. ഇത് രണ്ടും എപ്പോഴും ഓഫാക്കിയിടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വീഡിയോ, ഇപ്പം ഞാനൊരു വ്ളോഗർ ആയതുകൊണ്ട് ഞാനത് എൻ്റർടൈൻമെൻറ്റിലാണ് ഞാൻ ഈ കാറ്റഗറി വെക്കാറ്. അതുപോലെ നിങ്ങൾ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഗെയിമിങ്, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പല ഇതുണ്ട്. അപ്പം നമ്മൾ മ്യൂസിഷ്യൻ ആണെങ്കിൽ മ്യൂസിക്, ഗെയിമർ ആണെങ്കിൽ ഗെയിമിങ്, അങ്ങനെ നമ്മുടെ ഇത് ഏതാണെന്ന് വെച്ചാൽ അത് അതിനനുസരിച്ച് കൊടുക്കുക. ഞാൻ വ്ളോഗർ ആയതുകൊണ്ട് ഞാൻ എൻ്റർടൈൻമെൻറ്റാണ് കൊടുക്കാറ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇത് കൊടുത്തതിന് ശേഷം ഇത് ബാക്ക് അടിച്ച് നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറ് ഇപ്പോൾ ഈ രീതിക്കാണ്. അപ്പോൾ നിങ്ങളും ഈ രീതിക്ക് ഫോളോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. യൂട്യൂബാണ്, ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ട് ഇതാക്കുന്നതാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് കയറി വരിക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുള്ളൊരു കാര്യം. 1, 2, 3 കൊല്ലമൊക്കെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേങ്കിൽ നമ്മൾ കഷ്ടപ്പാടിന് ഫലം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലൊരു തുടക്കമായിരിക്കും. അപ്പോൾ ക്ഷമയോടുകൂടി നമ്മളെ വീഡിയോ ക്ലിക്കാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പരമാവധി ഡെയിലി വീഡിയോ ഇടുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരെയുള്ള പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.